നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർപൂൾ അവരുടെ സീസണിലെ രണ്ടാമത്തെ തോൽവി വഴങ്ങിയിരിക്കുകയാണ്. സോ കഴിഞ്ഞ ദിവസം ഗ്യാലറ്റസറെ എവേ എന്നിട്ട് 1-0 തോൽവിയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ ലിവർപൂൾ ടീമിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം അർണെ സ്ലോട്ടിന്റെ സൈഡ് ലാസ്റ്റ് സീസൺ വൺ ഓഫ് ദ മോസ്റ്റ് ബാലൻസ്ഡ് സൈഡ് ആയിരുന്നു അല്ലേ, ബോത്ത് ഒഫൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി. പക്ഷേ ഈ സീസണിലോട്ട് വരുമ്പോൾ ലിവർപൂൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടീം വൈബാണ് വരുന്നത്. ഈ സീസണിൽ അവർ ഇസാക്ക്, ഫ്ലോറിയം വിച്ച്, എക്കിറ്റിക്ക് ഒക്കെ പോലത്തെ ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് സ്പെൻഡ് ചെയ്ത് മൂന്നോളം പ്ലേയേഴ്സിനെ എത്തിച്ചു. ഓൾമോസ്റ്റ് 90, 130, 110 മില്യൺ വീതം മുടക്കി. സോ ഡെഫിനറ്റ്ലി പ്രഷർ അവിടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും ക്വാളിറ്റി അറ്റാക്കേഴ്സിനെ ആഡ് ചെയ്തിട്ടും ലാസ്റ്റ് സീസണേക്കാളും ലെസ് ക്വാളിറ്റി ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്യുന്നു? ആൻഡ് ഡിഫെൻസീവ്ലി ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് സീസണേക്കാളും സെൻട്രൽ ഏരിയാസിലൂടെ ഉള്ള അറ്റാക്കിംഗ് സീക്വൻസ് ഒരു കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോയിൽ കാണാം, കഴിഞ്ഞ കുറേ മാച്ചായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. വൈഡിൽ സബോസ് ലൈനെ ആരെങ്കിലും ഫിംബോങ് എസ്പെഷ്യലി സബോസ് ലൈനെ വൈഡിൽ ഇടുക, ബോൾ ഇടുക, ക്രോസ് ഇൻ ടു ദ ബോക്സ് എങ്ങനെയും ഒരു ഗോൾ കൺവേർട്ട് ചെയ്യുക. ഇത് ഇസാക്കിനെയും ഫ്ലോറിയം വിറ്റ്സിനെയും എക്കിറ്റിക്കെയൊക്കെ പോലത്തെ പ്ലേയേഴ്സിനെ ആഡ് ചെയ്തത് ഇതിനു വേണ്ടിയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. റിയലി ഫ്രസ്ട്രേറ്റിംഗ് ആണ് ടു ആൻ എക്സ്റ്റെൻഡ്. ലിവർപൂൾ ക്രോസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, സെൻട്രൽ ഏരിയാസിലൂടെ പെനട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ലിവർപൂളിൻ്റെ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ലിവർപൂൾ ഈ സീസണിൽ 9.7 ആണ് അവരുടെ എക്സ്പെക്റ്റഡ് ഗോൾസ്. ചെയ്ത് പ്രീമിയർ ലീഗിലെ കാര്യമാണ് പറയുന്നത്, ഒപ്റ്റേഡ് ചെയ്ത പ്രകാരം. അത് അവർ 7th ഇൻ ദ ലീഗാണ്. ആൻഡ് ഡിഫെൻസീവ് സീക്വൻസിലോട്ട് വരുമ്പം ഓൾമോസ്റ്റ് PPDA 9.7 ഉണ്ട്, വിച്ച് ഈസ് നോട്ട് ബാഡ്. ബട്ട് 62 സീക്വൻസസ് വരുന്നുണ്ട്. ആൻഡ് ഡിഫെൻസീവ് മെട്രിക്സിൽ 9th ഇൻ ദ ലീഗുമാണ് ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും. സോ ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഈ സീസൺ ഓവറോൾ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് അതിലോട്ട് ഞാൻ കിടക്കാനായിട്ട് പോവാണ്. സോ ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ എങ്ങനെ ഇഷ്യൂസ് വരുന്നു? ആൻഡ് ലാസ്റ്റ് സീസണിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലിവർപൂൾ ആണെങ്കിൽ ലാസ്റ്റ് സീസണിൽ ഒരു 4-2-4 ഷേപ്പിലാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഓഫ് ദ ബോൾ 4-2-4 ഷേപ്പിൽ. അതിലൊരു ഗുണം എന്നല്ല, 4-2-4 2 പ്ലേയേഴ്സ് ആരാണ്? ഒന്ന് സബോസ്ലായ് ആയിരിക്കും, ഒന്ന് ലൂയിസ് ഡിയാസ് ആയിരിക്കും. ആൻഡ് കോഡി ഗ്യാപ്കോയും സലയായിരിക്കും മറ്റ് 2 പ്ലേയേഴ്സ്. ഈ ലൂയിസ് ഡിയാസും സബോസ്ലായും ഗുണം എന്താണ്? ദേ കോൺസ്റ്റന്റ്ലി പ്രസ്സസ്. അവർ കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് സീസണിൻ്റെ അനാലിസിസുകളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിസ്റ്റത്തിലെ പോസിറ്റീവും നെഗറ്റീവും. എക്സ്ട്രാ അഗ്രസീവ്ലി അവർ കൗണ്ടർ പ്രസ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ ഹയർ ഓഫ് ദ പിച്ചസിൽ വെച്ച് ബോൾ വിൻ ബാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ലൂയിസ് ഡിയാസ് ഇല്ലാത്തപ്പോൾ അഥവാ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നേരെ ഡാർവിൻ ന്യൂനസിനെ ഇറക്കി വിടുന്ന നമ്മൾ ആറുണ്ട്. സോ ലൂയിസ് ഡിയാസോ ഡാർവിൻ ന്യൂനസോ സബോസ്ലായൊക്കെ പോലത്തെ പ്ലേയേഴ്സ് അപ്രണ്ട് ഇന്ന് അഗ്രസീവ്ലി പ്രസ് ചെയ്യും. സലയ്ക്ക് കുറച്ചുകൂടി ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഗ്യാക്കോടെ ഒട്ടും മോശമല്ല. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു സിസ്റ്റത്തിൽ ആ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഒപ്പോണന്റ് എന്ത് ചെയ്യും? ഓവർ ദ ബോൾ പോകും. ആൻഡ് എത്രയും പെട്ടെന്ന് ഏരിയൽ ബോൾസ് വരുമ്പോഴേക്കും ലിവർപൂളിന് വാണ്ടേക്ക്, കൊണാട്ടെ, ഗ്രാംബർഗ് ഒക്കെ പോലത്തെ ഫിസിക്കൽ പ്രസൻസ് അപ്പാക്കൊണ്ട് അവർ എങ്ങനെയും ആ ബോൾ വിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അഥവാ ആ പ്രസ് ബീറ്റ് ചെയ്താൽ ഇഷ്യൂ ആണ്. കാരണം 2 മിഡ്ഫീൽഡേ ഉള്ളൂ. ഗ്രാംബർഗിനെയും മക്കലിസ്റ്ററേയും മാത്രം വെച്ചുകൊണ്ടാണ് ആ അഗ്രസീവ് 4 ആയിട്ട് അവർ ഫ്രണ്ട് പ്രസ് ചെയ്യുന്നത്. സോ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ഒപ്പോണന്റ് ക്രിയേറ്റ് ചെയ്യും. PSG മാച്ചിൽ നമ്മൾ കണ്ടതാണ്. ആ പ്രസ് ബീറ്റ് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പം ഈ സീസണിൽ ലിവർപൂൾ ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഇപ്പം പിക്ചറിൽ കാണാം. ലിവർപൂൾ ഈസ് എന്താ പറയുക, ഡിഫെൻഡിങ് വിത്ത് 4-2-3-1 ബ്രോ. 4-2-3-1 നിങ്ങൾക്ക് ഇപ്പം കാണാം. ആ ഒരു സീക്വൻസിൽ അപ്പ് ഫ്രണ്ട് ലോൺ സ്ട്രൈക്കർ എന്ന് പ്രസ് ചെയ്യുന്നു. അവിടെ ആ 2 മിഡ്ഫീൽഡേഴ്സിനും ഇടയിൽ ഐസൊലേറ്റ് ആയി നിൽക്കുകയാണ്. ലെമീനെയും ടൊറേറയ്ക്കും ഇടയിൽ ഐസൊലേറ്റ് ആയി വിറ്റ്സാന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കംഫർട്ടബിളി ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആവുകയാണ്. എന്ത് ടൈപ്പ് ഓഫ് പ്രസ്സിംഗ് സ്ട്രക്ചറാണ് ഇതെന്ന് നിങ്ങൾ ചോദിക്കേണ്ടി വരും. ആൻഡ് അഗ്രസീവ്നെസ് ഇല്ല. അഗ്രസീവ്നെസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. സോ നിങ്ങൾ ഈ സീസണിൽ ഇപ്പം ഫ്ലോറിയം വിച്ച് ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആള് 4 ഡ്യുവൽസ് ആണ് 12ൽ വിൻ ചെയ്ത. ഒരു ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ആണുള്ളത്. ആളുടെ പ്രസ്സിങ്, ആൾ ഈസ് നോട്ട് ലൂയിസ് ഡിയാസ് ഓർ ഡാർവിൻ ന്യൂനസ്. സെയിം ഫോർ എക്കിറ്റിക്ക്, സെയിം ഫോർ ഇസാക്ക്. ഇവർ 3 പ്ലേയേഴ്സിനെ ഒന്നും പ്രസ് ചെയ്യും. അവർ വെറുതെ നിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്, സൂപ്പർ സ്റ്റാർ ഈഗോ കാണിച്ച്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ലൂയിസ് ഡിയാസിൻ്റെയോ ഡാർവിൻ ന്യൂനസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഓൺ ദ ബോൾ ഉള്ള അവരുടെ അബിലിറ്റീസ് വെച്ച് ആ ഓഫ് ദ ബോൾ ഉള്ള ഇഷ്യൂസ് ഓവർകം ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. സോ ഫ്ലോറിയം വെച്ചാണെങ്കിലും എക്കിറ്റിക്ക് ആണെങ്കിലും ഇവൻ ഇസാക്ക് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുണ്ട്, ഇസാക്ക് ആണെങ്കിലും ഇവരെല്ലാം സെൻട്രൽ ചാനലിലൂടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. പക്ഷേ ലിവർപൂൾ ആ സെൻട്രൽ ചാനലിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഞാൻ ഈ പ്രസ്സിംഗ് സ്ട്രക്ചറിൻ്റെ കാര്യം വളർന്നുകൊണ്ടിരുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നോക്കുക. ഇവിടെ കംഫർട്ടബിളി അവിടെ ഫ്ലോറിയം വെച്ചിനെ അവർ ഔട്ട് നമ്പർ ചെയ്യുകയാണ്. ആൻഡ് അവിടെ കംഫർട്ടബിളി ബോൾ ഓവർ ദ ടോപ്പ് ആണ്. സെൻട്രലി ആ പ്ലെയറിൻ്റെ കാലിലോട്ട് ബോൾ വരുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക, ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ 3 പ്ലേയേഴ്സ് അടുത്തുണ്ട്. 3 പ്ലേയേഴ്സും അവിടെ വളരെ ലേസി ആയിട്ടാണ് ക്ലോസ് ഡൗൺ ചെയ്യുന്നത്. ആൻഡ് ആദ്യത്തെ മിനിറ്റുകളിൽ നടന്ന സംഭവമാണ്.
ആൻഡ് അവിടെ ആ ഒരു പാസിംഗ് ലൈൻ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്ന് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിലൂടെ ആ പ്ലെയർ റൺ നടത്തുന്നത് കാണാം. ആ ഒരു സ്പേസ് ഓപ്പൺ ആവുന്നു, അങ്ങോട്ടേക്കാണ് ആ പാസ് വരുന്നത്. കൂടാതെ മറ്റൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം, സെൻട്രലി ഓപ്പൺ ആവുന്ന പാസ് അവിടെ ഒസിമൻ വാണ്ടേക്കിനോടൊപ്പം കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഒസിമൻ കുറച്ചുകൂടെയും പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് ആ സെൻട്രൽ ചാനലിലൂടെ ആ റണ്ണ് നടത്തുമായിരുന്നെങ്കിൽ മേ ബി ആ സെൻട്രൽ ചാനലിലൂടെ ആ പാസ് ഓപ്പൺ അപ്പ് ആവേനെ, അങ്ങോട്ടേക്ക് മേ ബി 1-on-1 ബെറ്റർ സിറ്റുവേഷൻ ക്രിയേറ്റ് ആണ്. മേ ബി വാണ്ടേക്കിനെ ഔട്ട് റൺ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒസിമന്. ആൻഡ് അവിടെ ആ പാസ് റിലീസ് ആവുന്നു, അത് ഫൈനൽ തേർഡിലോട്ട് വരികയാണ്. അവിടെ ആ ക്രോസ് വരുന്നു, അലിസന്റെ ഒരു സേവ് നമ്മൾ കാണുന്നത്, അലിസൺ അത് രക്ഷപ്പെടുകയാണ്. എങ്ങനെയൊക്കെയോ ലിവർപൂൾ ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടുകയാണ്. സോ ഇതാണ് പറയുന്നത്, 4-2-3-1 ഓഫ് ദ ബോൾ ഇട്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്തോ, അത് ആ സ്ട്രക്ചറിൽ തന്നെ നല്ല ഇഷ്യൂ ഉണ്ട്. അത് മേ ബി നമുക്ക് കൂടുതൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ കൂടാതെ ആ ഒരു 4-2-3-1 സ്ട്രക്ചറിൽ ഇഷ്യൂ ഉള്ള ഒരു പ്രസിംഗ് സ്ട്രക്ചർ 1, 2 എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, സ്പേസുകൾ ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കുകയാണ് ഓപ്പോണൻസ്. എന്ത് കംഫർട്ടബിളി ആണ് ലിവർപൂളിന്റെ ഡിഫൻസ് അവിടെ പെൻട്രേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയറിൽ ലിവർപൂൾ ഇങ്ങനെ അല്ലായിരുന്നു, എത്രയും പെട്ടെന്ന് അവർ ക്ലോസ് ഡൗൺ ചെയ്യുമായിരുന്നു. ദേ വെർ റിയലി ഗുഡ്. ആൻഡ് ഗോൾ വന്ന സീക്വൻസ് നിങ്ങൾ നോക്കുക, അവിടെ ലിവർപൂളിന് ഒരു നല്ല ചാൻസ് കിട്ടുവാണോ ഇക്കിറ്റിക്ക്, അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സീസൺ ലിവർപൂളിന്റെ കൺവേർഷൻ റേറ്റും കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് ഫ്ലോറിയം വെച്ച് ഒരു ബോൾ ലൂസ് ചെയ്തു, അവിടെ നിന്നാണ് നിങ്ങൾക്ക് കാണാം അവിടെ പോയി ഒരു പെനൽറ്റി വിൻ ചെയ്യുകയാണ് ആര്, ഗ്യാരറ്റസിനെ. ഒസിമൻ ആ പെനൽറ്റി കൺവേർട്ട് ചെയ്യുകയാണ്, മേ ബി ഒരു സോഫ്റ്റ് കോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം, ബട്ട് അവിടെ പെനൽറ്റി വിൻ ചെയ്യുകയാണ്. ആൻഡ് ഗ്യാരറ്റസിനെ 1-0 ലീഡ് എടുക്കുകയാണ്. ആൻഡ് ലിവർപൂള് ഒരെണ്ണം തിരിച്ചടിക്കൂ എന്നുള്ള ഒരു പ്രതിനിധി അധികം തരുന്നില്ല, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തില്ല എന്നല്ല. XGയുടെ കാര്യത്തിൽ മറ്റുമൊക്കെ ലിവർപൂൾ മുന്നിട്ട് നിന്നു. പക്ഷേ ലിവർപൂൾ ഒരു എന്നാ പറയുക, ഒരു ഗോൾ തിരിച്ചടിക്കുമെന്നൊരു ഇതേ നമുക്ക് കിട്ടുന്നില്ല. ആൻഡ് ലിവർപൂളിനെ സെൻട്രൽ ചാനലിലൂടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുന്നുമില്ല. അതാണ് അടുത്ത കോമഡി ആയിട്ടുള്ള കാര്യം. സെൻട്രൽ ചാനലിലൂടെ ലിവർപൂളിന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇവിടെ ലിവർപൂൾ പ്ലേയേഴ്സിന് എന്താണ് വേണ്ടത്, സെൻട്രലിലൂടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ആളെയാണ് ഇൻവോൾവ് ചെയ്യേണ്ടത്, ഗ്രാവംബെർഗിനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്രാവംബെർഗിനോട്ടുള്ള ആ പാസിംഗ് ലൈൻ അവർ ബ്ലോക്ക് ചെയ്യണം. സോ അടുത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫ്ലോറിയം വിച്ചിന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരിക. ഫ്ലോറിയം വിച്ചിന് ശരിക്കും വേണ്ടത് എന്താണ്, അവരുടെ ഡബിൾ പിവറ്റ് മിഡ്ഫീൽഡേഴ്സ് ബോൾ കിട്ടുക, ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുക, എന്നിട്ട് ഫൈനൽ തേർഡിലോട്ടോ അല്ലെങ്കിൽ മിഡ് തേർഡിലോട്ട് വരിക, ഫൈനൽ തേർഡിൽ ഫ്ലോറിയം വിച്ചിന് ബോൾ കൊടുക്കുക. സോ അവിടെ ഫ്ലോറിയം വിച്ചിനെ നമുക്ക് ഓവർലി കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഫ്ലോറിയം വിച്ചിന് കുറ്റം പറയാം, പുള്ളിയുടെ പെർഫോമൻസ് ഓഫ് ദ ബോൾ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ മറ്റും എല്ലാ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഫ്ലോറിയം വിച്ചിനെ പലപ്പോഴും ലിവർപൂൾ ആളുടെ കംഫർട്ട് സോണിൽ വിട്ട് കളിക്കാൻ ഫോഴ്സ് ചെയ്യുകയാണ്, ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്, പ്രോഗ്രസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം, അവിടെ ഫ്ലോറിയം വിച്ചിനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുവാണ്. ആൻഡ് ഫ്ലോറിയം വിച്ചിനോടുള്ള പാസിംഗ് ലൈൻ അവർ കട്ട് ചെയ്യുവാണ് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ. സെൻട്രലി അവർക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. കേർട്ടിസ് ജോൺസ് ഈസ് നോട്ട് യുവർ പ്രൊസറസിന്റെ മിഡ്ഫീൽഡർ, പുള്ളി ബോളുമായിട്ട് ഡീപ്പ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുക, പുള്ളിയുടെ സ്ട്രെങ്ത് അല്ല. ഗ്രാവംബെർഗിലോട്ടുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക, ഫ്ലോറിയം വിച്ചിനെ ഫോഴ്സ് ചെയ്യുക, അങ്ങോട്ടുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക, ഫോഴ്സ് ദം വൈഡ്. അനദർ സിനാരിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ലിവർപൂൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, ഗ്രാവംബെർഗിലോട്ടുള്ള പാസിംഗ് ലൈൻ അവിടെ കൊണ്ടുപോകാൻ ബ്ലോക്ക് ചെയ്യണം. അവിടെ ആ ഒരു പ്ലെയർ ബ്ലോക്ക് ചെയ്യുന്നു, മുമ്പത്തെ സിറ്റുവേഷനിലാണ് കൊണ്ടുപോയ കാര്യം. സോ അവിടെ പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യണം ഗ്രാവംബെർഗിലോട്ടുള്ള. സോ കേർട്ടിസ് ജോൺസിനെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരുവാണ്. കേർട്ടിസ് ജോൺസ് ഡ്രോപ്പ് ചെയ്യാണ്. ആൻഡ് കേർട്ടിസ് ജോൺസിനെ നിങ്ങൾക്ക് കാണാം അവർ റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്, ആ ഒരു പാസിംഗ് ലൈനും അവർ പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് കേർട്ടിസ് ജോൺസിനെ ബോൾ ഫൈൻഡ് ചെയ്യണം. ആൻഡ് കേർട്ടിസ് ജോൺസ് ഈസ് നോട്ട് മക്കലിസ്റ്റർ. ഓക്കെ, കേർട്ടിസ് ജോൺസ് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ബോൾ ലൂസ് ചെയ്യാനായിട്ടോ മിസ് പാസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വളരെ ഹൈ ആണ്. സോ ഗ്രാവംബെർഗിനെ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക. അവിടെ ഒസിമൻ നിങ്ങൾക്ക് കാണാം, ആ ഒരു ഫസ്റ്റ് സീക്വൻസിൽ ഒസിമൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, അവിടെ ഗ്രാവംബെർഗിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് കാണാം അവിടെ കേർട്ടിസ് ജോൺസിനെ വന്ന് ടൊറേറെ പ്രസ് ചെയ്യുകയാണ്, ബോൾ ലൂസ് ചെയ്യുവാണ്. ആര്? ലിവർപൂൾ ബോൾ ലൂസ് ചെയ്യുന്നു. അവിടെ ഇപ്പം ഗ്രാവംബെർഗിലോട്ട് പാസ് റിലീസ് ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒസിമൻ വന്ന് പ്രസ് ചെയ്തിട്ടാണ് ആ ബോൾ റിക്കവർ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം. സോ അതൊരു സിറ്റുവേഷനായി മാറുകയാണ്. സെൻട്രലി പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആർക്ക്? ലിവർപൂളിന്. സോ ഈ ഒരു ഫസ്റ്റ് പ്രൈമിലോട്ട് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക, ഇവിടെ വൈഡ് ചാനലിലോട്ടുള്ള പാസിംഗ് ഓപ്ഷൻസ് ഉണ്ട് ലിവർപൂളിന്. പക്ഷെ ലിവർപൂളിന് സെൻട്രലി തന്നെ ബിൽഡപ്പ് ചെയ്യണം. സെൻട്രലി ബിൽഡപ്പ് ചെയ്യാൻ ഒരവരെയുന്നില്ല. വൈഡിലോട്ട് ഫോഴ്സ് ചെയ്തോ, വൈഡിലോട്ട് പോയിട്ട് എന്താണ് ക്രോസുകൾ ബോക്സിലോട്ട് ഇടുക, അതാണ് ചെയ്യേണ്ടത്. ലിവർപൂൾ ഡോണ്ട് ഹാവ്, ഇപ്പോൾ ഫ്രിംബോങ്ങും സബോസ്ലായി കെർക്കസിനെ ഒക്കെ വെച്ചാണ് അവർ വൈഡ് ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫ്രിംബോങ് അത്യാവശ്യം പേസുള്ള പ്ലെയറാണ്, കെർക്കസിന് കൊണ്ടില്ല എന്നല്ല, സബോസ്ലായിക്ക് കൊണ്ടില്ല എന്നല്ല. ബട്ട് ലിവർപൂൾ ഡോണ്ട് ഹാവ് ആൻ എക്സ്ട്രാ ഓർഡിനറി വിങ്ങർ അല്ലേ ഇപ്പോൾ അപ്പ് ഫ്രണ്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഫ്രിംബോങ് നമ്മൾ നോക്കാനായിട്ടാണ് സലയല്ല, ഫൈനൽ തേർഡിൽ ഫ്രിംബോങ്ങിന് സലയുടെ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവൻ അടുത്തതായിട്ട് എനിക്ക് പറയാനോട്ടല്ല ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ എറേഴ്സിനെ കുറിച്ചാണ്. സോ ലിവർപൂൾ പ്ലേയേഴ്സ് ഇന്നലത്തെ മാച്ചിൽ വരുത്തി, ഇപ്പോൾ കൊണാട്ടെ ഹസ് ബീൻ റിയലി പുവർ ഈ സീസൺ സ്റ്റാർട്ടിൽ. കഴിഞ്ഞ കുറച്ച് 2-3 മാച്ചായിട്ട് മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നവർ തോന്നി, പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഡ്രെഡ്ഫുൾ പെർഫോമൻസ്.
സോ ഈ ഒരു സിനാരിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൊണാട്ടയുടെ കാലിലാണ് ബോൾ. അവിടെ ഗ്രാവംബർഗും വാണ്ടേക്കും പുറകിലുണ്ട്. ഒരു കംഫർട്ടബിൾ ബാക്ക് പാസ് ആണ് ഗ്രാവംബർഗിലുണ്ട്. ആ പാസ് അണ്ടർ ഹിറ്റ് ചെയ്യുവാണ്. അവിടെ ഒസിമനാന്ന് തോന്നുന്നു ബോൾ വിൻ ചെയ്യാണ്. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് കിടക്കുവാണ്. അവിടെ ഒസിമന്റെ ആ ഷോട്ട് നമ്മുടെ അലിസൺ സേവ് ചെയ്യണം. ആ സേവ് ചെയ്യുന്നതിനിടെ അലിസൺ ഇഞ്ചറിയും പറ്റുവാണ്. മുഹമ്മദ് ആഷുലിക്ക് ഇറങ്ങേണ്ട വരുവാണ്. സോ അവിടെ ഒരു അണ്ടർ ഹിറ്റ് പാസ് ആൻഡ് അലിസന്റെ സേവ്, അലിസൺ ഇഞ്ചറി, ആ പാട് വിരിച്ചു. അടുത്തൊരു സിനാരി നിങ്ങൾക്ക് ഇവിടെ കാണാം. കേർട്ടിസ് ജോൺസ് ഇസ് റിയലി നോട്ട് കംഫർട്ടബിൾ ബിൽഡിംഗ് അപ്പ് ഫ്രം ദ ബാക്ക്. കേർട്ടിസ് ജോൺസ് അവിടെ ബോൾ ഓവർലി ഹോൾഡ് ചെയ്യാണ്. എന്തുകൊണ്ട് കേർട്ടിസ് ജോൺസ് സ്പീഡിൽ റിലീസ് ചെയ്യുന്നത്? കേർട്ടിസ് ജോൺസിൻ്റെ ഒരു ബിഗസ്റ്റ് ഇഷ്യൂ ആണ് എനിക്ക് തോന്നിയതാണ്. പുള്ളി അനാവശ്യമായിട്ട് ബോൾ കുറേ നേരം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ വീണ്ടും വന്ന് ബോൾ ഒസിമൻ മിഞ്ചാണ്. ഒസിമൻ ഫൈനൽ തേർഡിലോട്ട് കിടക്കുവാണ്. ആൻഡ് അവിടെ ഒസിമൻ അവിടെ പാസ് റിലീസ് ചെയ്യാനായിട്ടുള്ള നല്ല അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ആളവിടെ ഷോട്ടിന് വേണ്ടി ശ്രമിക്കുകയാണ്. കേർട്ടിസ് ജോൺസിന് കിഡിലൻ ടാക്കിളായിരുന്നു. ആ ബോൾ റിക്കവർ ചെയ്തു. പക്ഷേ അവിടെ ആ പാസ് റിലീസ് ചെയ്യുമായിരുന്നത് മേ ബി ഡിഫറൻറ്റ് സിനാരിയോ ആണ്. മേ ബി അവിടെ 1-on-1 ഗെയിം അവിടെ തന്നെ തീർന്നേനെ. സോ ലിവർപൂൾ ധാരാളം എറേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ലീഗിലാണെങ്കിൽ അവർ 6 എറേഴ്സ് ഈ സീസൺ ഓവറോൾ കമ്മിറ്റ് ചെയ്തു, ലീഡിങ് ടു ഷോട്ട്, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് സ്റ്റാറ്റ്സ്. സോ ലിവർപൂളിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇഷ്യൂ അതാണ് ഇൻഡിവിജ്വൽ എറേഴ്സ്. ഫ്ലോറിയം വെച്ച് ബോൾ ലൂസ് ചെയ്യുന്നു. പിച്ചിൽ ഇറങ്ങിയതിന് ശേഷം സല എന്ത് തവണ ബോൾ ലൂസ് ചെയ്യുന്നു. എക്കിറ്റിക്ക് സിംപ്ലി ബോൾ ലൂസ് ചെയ്യുന്നു. ഇസാക്ക് ഇന്നലത്തെ മാച്ചിൽ ആകപ്പാട്ട് എടുത്ത് 4 ടച്ചാണ് സബ്ബായിട്ട് ഇറങ്ങിയതിന് ശേഷം. ഇസാക്ക് ബോൾ ലൂസ് ചെയ്യുന്നു. ഇവൻ മക്കലിസ്റ്റർ ഇറങ്ങിയതിന് ശേഷം കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ആകപ്പാടെ സിസ്റ്റത്തിന് ഇഷ്യൂസ് ആണ്. ആൻഡ് ഫൈനലി ലിവർപൂൾ എന്താ നോക്കുന്നത്? വൈഡ് ഏരിയാസിലോട്ട് ബോൾ ഇടുക, സബോസ്രാനെ റൈറ്റ് നിർത്തുക, സബോസ്രയുടെ ക്രോസിൻ്റെ വാണ്ടയ്ക്ക്, കൊണാട്ടെ, ഇസാക്ക്, എക്കിറ്റിക്ക് എല്ലാവരും അപ്പുറമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇക്കറ്റിക്ക് മറ്റൊരു ഇഞ്ചുറി പറ്റി പോകുന്നു. അതിനപ്പുറത്ത് ഗാലറ്റസറെ ഫിസിക്കൽ ടീമായിട്ട് അവർ ഈസിലി അത് ഡിഫെൻഡ് ചെയ്യുന്നു. ലിവർപൂൾ അവസാനം ഒരു ക്ലിയർ കട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല. ഒരു പെനൽറ്റി സിനാരിയോ ഉണ്ടായിരുന്നു, അത് ക്ലിയർലി അത് ഓവർടേൺ ചെയ്യുകയും ചെയ്തു. സോ അതാണ് എനിക്ക് മനസ്സിലാകാത്തത്, എന്താണ് ലിവർപൂൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ റിയലി കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത് പറയാം. ലിവർപൂൾ ഇപ്പം ഈ ഒരു സിനാരി നിങ്ങൾക്കാണ്. എക്കിറ്റിക്ക് ആ ഒരു 4 പ്ലേയേഴ്സിനിടെ വഴി ആ പ്രസ് ബീറ്റ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ബോൾ. പക്ഷേ അതൊരു ചാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇതാണ് ലിവർപൂളിന് കൂടുതൽ വേണ്ടത്. ലിവർപൂൾ പ്ലേയേഴ്സിനിടയിൽ ധാരാളം മൂവ്മെന്റ്സ് നടക്കും. ഫ്ലോറിയം വെച്ച്, എക്കിറ്റിക്ക്, അവരുടെ ഇടയിൽ. ആൻഡ് ദേ ആർ റിയലി ഗുഡ് അറ്റ് ബീറ്റിംഗ് ദ പ്രസ് ആൻഡ് റിയലി ഗുഡ് ഒഫൻസീവ് പ്ലേയേഴ്സ് ആണ്. സോ ലാസ്റ്റ് സീസണിൻ്റെ അത്രയും ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടത്തില്ലേലും ഓൺ ദ ബോൾ കീപ്പ് ചെയ്യുക. സെൻട്രലി ഇപ്പം നമുക്ക് പറയാം അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് എന്ന് പറയും. അഥവാ ബോൾ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് എന്ന് നമ്മൾ പറയും ലീഡ് എടുത്തതിന് ശേഷം. ആൻഡ് ലിവർപൂൾ അത് സാധിക്കുന്നില്ല. ബോൾ കീപ്പ് ചെയ്യുന്നതിന് ഇടയ്ക്ക് റൈറ്റ് പാസുകളാണ്, ആ റൈറ്റ് പാസുകൾ വരുന്നില്ല. ആൻഡ് ഇങ്ങനത്തെ സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺവേർട്ടും ചെയ്യുന്നില്ല. സോ ഫൈനൽ തേർഡിലോട്ട് എത്തിയതിനു ശേഷം ലിവർപൂൾ റിയലി വേസ്റ്റ്ഫുൾ ആണ്. ഈവൻ സെൻട്രൽ ഏരിയാസിലൂടെ പെനട്രേറ്റ് ചെയ്യാനായിട്ട് ലിവർപൂളിന് ഒട്ടും സാധിക്കുന്നില്ല. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഗ്രാവംബർഗിനെ ഐസൊലേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുക ഇമ്പോസിബിൾ ആണ്. ഒപ്പോണൻസ് അത് മാർക്ക് ചെയ്യും. മക്കലിസ്റ്റർ എത്രയും വരുന്നത് ഫുള്ളി ഫിറ്റായി വരുന്നത് ഗെയിം ചേഞ്ചർ ആയിരിക്കും. കൂടാതെ ഫ്ലോറിയം വിറ്റ്സിനെ ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഈ സ്ട്രെങ്ത് അല്ല. പുള്ളി ബോൾ ലൂസ് ചെയ്യും, ഫിസിക്കൽ ബാറ്റിൽസ് പുള്ളി ലൂസ് ചെയ്യും. ഫൈനൽ തേർഡിൽ ഫേസിങ് ദ ഗോൾ ഈസ് വാട്ട് ഈസ് റിയലി ഗുഡ് അറ്റ്. അഥവാ മിഡ് തേർഡിൽ നിന്ന് പുള്ളിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്ലോറിയം വിറ്റ്സിനെ ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇപ്പം കൂടുതൽ നോക്കുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ വൺ ഓഫ് ദ റീസൺ നിങ്ങളുടെ ഇപ്പോൾ കേർട്ടിസ് ജോൺസും ഗ്രാവംബർഗിലോട്ടുള്ള പാസിംഗ് ലൈൻ ക്ലോസ് ആണ്. ഫ്ലോറിയം വിറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുവാണ്. ഈ സ്ട്രെങ്ത് അല്ല അത്. ആൻഡ് റിയലി ഫ്ലോറിയം വിറ്റ്സ് ഹാസ് ബീൻ ബാഡ്. ഓവറോൾ ഹി ഹാസ് ബീൻ റിയലി ബാഡ്. ഉള്ള പറയാണ്. ഗ്ലിംസസ് കാണിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പുള്ളിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് വന്നില്ല, ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ ഇറ്റ്സ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. നമ്മൾ 0-0-8 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുമായിരിക്കും. പക്ഷേ ഇറ്റ്സ് ടു ഏർലി. ഇപ്പം വിറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഗോൾസോ അസിസ്റ്റോ കാരണം ഒരു മിഡ്ഫീൽഡർ, ടെക്നിക്കലി ഗിഫ്റ്റഡ് പ്ലെയർ, ഇപ്പോൾ ഗോൾസോ അസിസ്റ്റോ വെച്ചാണ് അളക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മൾ ഐ ടെസ്റ്റിൽ കളി കാണുമ്പോഴേക്കും ഹി ഷുഡ് ബി പ്ലേയിങ് റിയലി ഗുഡ് അല്ലേ, നമ്മൾ ആ ഒരു കാര്യം പറയുമല്ലോ. സോ ആ ഒരു ഇത് കിട്ടുന്നില്ല. 100% ആഗ്രഹിക്കുന്നു. 100% പുള്ളിയുടെ കിട്ടുന്നില്ല. ആൻഡ് പുള്ളി കുറച്ചുകൂടെ ഫിസിക്കലായി പറ്റൂ, ഡ്യുവൽസ് വിൻ ചെയ്താൽ പറ്റൂ, കുറച്ചുകൂടെ അഗ്രസീവായി പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ആൻഡ് ലിവർപൂളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ എന്നുള്ള പറയാം. കൂടാതെ നമ്മൾ മറ്റ് മാച്ചുകളുടെ റിവ്യൂസും മറ്റുമൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ മേ ബി ഇന്ന് വൈകിട്ട് എപ്പോഴേലും അപ്ലോഡ് ചെയ്യാം. സോ ഇന്ന് ഈ ലിവർപൂൾ മാച്ച് ഈ ചാനലിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് പറയാമെന്ന് ഓർത്തു. മറ്റ് മാച്ചുകളുടെ ജസ്റ്റ് ഒരു ഷോർട്ട് ഒപ്പീനിയൻ നമ്മുടെ മറ്റ് ചാനലിൽ വരുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ ഈ ലിവർപൂൾ ടീമിനെ കുറിച്ചുള്ളതെന്ന് പറയാം. ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.